ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂൺ എണ്ണ, അതിന് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇടുക, പിന്നെ കറിവേപ്പിലയും. അതൊരു 1 മിനിറ്റ് ഒന്ന് ഇതേ കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന 2 സവാള വഴറ്റണം. സവാള ഇട്ട ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട ശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയ ശേഷം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇളക്കണം. മസാലയെല്ലാം ഒന്ന് ആയ ശേഷം നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് അരിഞ്ഞു വച്ചിരിക്കുന്ന 2 ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊന്ന് സൈഡിൽ വെക്കാം. റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് ഒരു സർക്കിൾ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് മൈദയിലോ മുട്ടയിലോ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് മുക്കി നമുക്കത് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വറുത്ത് നമുക്കെടുക്കാം. എടുത്ത ശേഷം ഒന്ന് സൈഡ് മാത്രം ഒന്ന് മുറിച്ച് അകത്ത് നമുക്ക് മസാല ഇടാം. അതിൽ മസാലയെല്ലാം വെച്ച ശേഷം ഒരു പുഴുങ്ങിയ മുട്ടയെടുത്ത് അതിൻ്റെ പകുതി അതിനകത്ത് വയ്ക്കാം. അങ്ങനെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.